എൻ്റെ പ്ലേറ്റ് കൊണ്ടൊരു വോൾ ഹാങ് ഉണ്ടാക്കാൻ പോവുക. ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചത്. ഈ ഓട്ടിസമുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അവരെ കൊണ്ട് കുറേ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യിക്കാറുണ്ട്. ഡ്രോയിങ്, പെയിൻറ്റിങ്, ഇതൊക്കെ അവരെ ചെയ്യിക്കാറുണ്ട്. അത് അവരുടെ ആ തെറാപ്പിയുടെ ഒരു ഭാഗമാണ്, ഈ ആർട്ട് വർക്കുകൾ ചെയ്യിക്കുക എന്നുള്ളത്. ജോയലും കുറേ പെയിൻറ്റിങ്ങും ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളിലെ മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡെവലപ്പ് ചെയ്ത് വന്ന മോട്ടോ സ്കിൽസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ ചെയ്യിക്കുന്നത്. കൊച്ചിലെയൊക്കെ ജോയലിന് പെയിൻറ്റ് കയ്യിൽ പറ്റുന്നതും പശ കയ്യിൽ പറ്റുന്നതും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു അവന്. പക്ഷേ ഇങ്ങനെ ചെയ്ത് അത് പ്രാക്ടീസായി. പിന്നീട് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായി. പൊതുവേ ഈ കുട്ടികൾക്ക് ആങ്സൈറ്റി വളരെ കൂടുതലുള്ളവരാണ്. ജോയലിനാണെങ്കിലും വളരെ ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെ ഈ ആങ്സൈറ്റിയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓട്ടിസം ഉള്ള കൊച്ചു കുട്ടികളുടെ അമ്മമാർക്ക്, ഞാനൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ തരണം ചെയ്ത് വന്നതായതുകൊണ്ട് എനിക്കറിയാം, ഭയങ്കര ടെൻഷനാണ്. അവർ വലുതാകുമ്പോൾ എങ്ങനെയായിത്തീരും, ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, ഇത് കംപ്ലീറ്റ് മാറുമോ, അങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും. നമ്മളവരുടെ ട്രെയിനിങ്ങൊക്കെ കുറേ വീട്ടിലും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കുറേയധികം വ്യത്യാസങ്ങൾ അവർക്കുണ്ടാവും. അവൻ ചെയ്യുന്ന വർക്കിൻ്റെ പെർഫെക്ഷൻ ഒന്നും നോക്കാതെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെയും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകും.